നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ബഡ്ജറ്റ് വ്യാപാരികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ആശ്വാസത്തിന്റെ വെളിച്ചം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈപ്പിള്ളി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തൊടുപുഴ നിയോജകമണ്ഡലത്തെ തിരഞ്ഞെടുപ്പ് ഫണ്ടും അക്കൗണ്ടും ആം ആദ്മി പാർട്ടി പരസ്യമാക്കി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അക്കൗണ്ടും തിരഞ്ഞെടുപ്പ് ഫണ്ടും പരസ്യമാക്കിയത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടുക്കി നിയോജക മണ്ഡലതല യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുരിക്കാശ്ശേരി പോലീസും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് കർഷക ജനസമൂഹത്തെ പൂർണ്ണമായും അവഗണിച്ചതും സ്വന്തം വാക്കുകൾ വിഴുങ്ങിയതുമാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. വാർത്തകൾ വിശദമായി. കേരള ബഡ്ജറ്റ് വ്യാപാരികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ആശ്വാസത്തിന്റെ വെളിച്ചം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി. പ്രതിസന്ധികളുടെ കാലത്ത് വ്യാപാരികൾക്ക് മേൽ ചുമത്തപ്പെട്ട ഭാരങ്ങൾ കുറയ്ക്കാനും പുതിയ തുടക്കത്തിന് വഴിയൊരുക്കാനും സഹായിക്കുന്ന ഈ തീരുമാനത്തിന് സംസ്ഥാന സർക്കാരിനോട് വ്യാപാര സമൂഹത്തിന്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു വ്യാപാരിയുടെ ജീവിതം ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമല്ല, പ്രതിസന്ധികളോട് പൊരുതി നിലനിൽക്കുന്ന ഒരു യാത്ര കൂടിയാണ്. പ്രളയവും മഹാമാരിയും സാമ്പത്തിക മാന്ദ്യവും കടന്നുപോയ കാലഘട്ടത്തിൽ നിരവധി വ്യാപാരികൾക്ക് നികുതി കുടിശ്ശികകളും പിഴ പലിശകളും വലിയ ഭാരമായി മാറിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന ബഡ്ജറ്റ് 2026-27 വ്യാപാര സമൂഹത്തിന് പ്രതീക്ഷയുടെ പുതിയ വാതിൽ തുറന്നിരിക്കുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ പറയുന്നു. ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്കും ബാധ്യതകൾക്കും പരിഹാരമാകുന്ന ആംനസ്റ്റി പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. GST വരുന്നതിന് മുമ്പുള്ള എല്ലാ നികുതികൾക്കും അസൽ തുക മാത്രം അടച്ചാൽ പിഴയും പലിശയും പൂർണ്ണമായും ഒഴിവാക്കുമെന്ന തീരുമാനം ആയിരക്കണക്കിന് വ്യാപാരികൾക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങാണ്. ഇത് ഒരു സർക്കാർ പ്രഖ്യാപനം മാത്രമല്ല, വർഷങ്ങളായി വിവിധ വ്യാപാര സംഘടനകൾ നടത്തിയ നിരന്തര ഇടപെടലുകളുടെയും സമരങ്ങളുടെയും നിവേദനങ്ങളുടെയും ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വ്യാപാര മേഖലയിലെ വിവിധ സംഘടനകൾ പല വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ബഡ്ജറ്റിലൂടെ പരിഹാരമുണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആംനസ്റ്റി സ്കീം 2017 GST വരുന്നത് വരെയുള്ള സകല നികുതികൾക്കും പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ആ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ചാൽ കുടിശ്ശികയിൽ നിന്ന് ഒഴിവാകാം എന്നുള്ള പ്രഖ്യാപനം തീർച്ചയായും വ്യാപാരി സമൂഹം വളരെ ഹർഷാരവത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഒപ്പം ഇൻവെസ്റ്റ് കേരള സെല്ലിൻ്റെ പ്രഖ്യാപനം അത് വളരെ വ്യാപാര മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും വളരെ ഉണർവ് പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ സംരംഭക പ്രവർത്തകർക്കെല്ലാം നേരത്തെ 2 കോടി രൂപ വരെ ഉണ്ടായിരുന്ന പലിശരഹിത വായ്പ അല്ലെങ്കിൽ പലിശ സബ്സിഡിയോട് കൂടിയുള്ള, പലിശരഹിതമല്ല പലിശ സബ്സിഡിയോട് കൂടിയുള്ള വായ്പകളുടെ പരിധി 2 കോടിയിൽ നിന്നും 5 കോടി രൂപയാക്കി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം തീർച്ചയായിട്ടും വ്യാപാര വ്യവസായ മേഖലയ്ക്ക് വളരെ ഉണർവ് പകരുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഈ പലിശ സബ്സിഡിയോട് കൂടിയുള്ള വായ്പയുടെ പരിധി ഉയർത്തിയത് മാത്രമല്ല, ഒപ്പം അതിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് 50 വയസ്സ് പരിധിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ ആ വയസ്സിൻ്റെ പരിധി 60 വയസ്സാക്കി ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും
വിദേശത്തു നിന്നൊക്കെ ഇവിടെ വന്ന് സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രായപരിധിയിൽ 10 വയസ്സിൻ്റെ ഇളവ് നൽകിയിട്ടുള്ളത് ചെറിയ കാര്യമല്ല. ഇങ്ങനെ എന്തുകൊണ്ടും കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ ബഡ്ജറ്റ് സർവാത്മന വ്യാപാര വ്യവസായ മേഖലയ്ക്ക് വളരെ ഉണർവ് പകരുന്നതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ബഡ്ജറ്റിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സർവാത്മന സ്വാഗതം ചെയ്തതായി അറിയിക്കുന്നു. അതിന് എല്ലാവിധ പിന്തുണയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം ധനകാര്യ വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന് എല്ലാവിധ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മറ്റ് സംഘടനകളും ഉയർത്തിയ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇൻവെസ്റ്റ് കേരള സെൽ ഏറെ പ്രതീക്ഷ നൽകുന്നു. സംരംഭക പദ്ധതി പ്രകാരം പലിശ സബ്സിഡിയുള്ള വായ്പാ പരിധി 2 കോടിയിൽ നിന്നും 5 കോടിയാക്കി ഉയർത്തിയത്, ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 50-ൽ നിന്നും 60 വയസ്സാക്കി ഉയർത്തിയതും സ്വാഗതാർഹമാണ്. അതോടൊപ്പം പഴയ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട 2017-18 വരെയുള്ള നിരവധി കുടിശ്ശികകൾ ഒഴിവാക്കാനുള്ള തീരുമാനവും ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാകുന്നു. വർഷങ്ങളായി ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന ബാധ്യതകൾക്ക് ഇനി അവസാനമാകുകയാണ്. പ്രതിസന്ധികളുടെ കാലത്ത് വ്യാപാരികൾക്ക് മേൽ ചുമത്തപ്പെട്ട ഭാരങ്ങൾ കുറയ്ക്കാനും പുതിയ തുടക്കത്തിന് വഴിയൊരുക്കാനും സഹായിക്കുന്ന ഈ തീരുമാനത്തിന് സംസ്ഥാന സർക്കാരിനോട് വ്യാപാര സമൂഹത്തിന്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നുവെന്നും സണ്ണി പൈമ്പിളിൽ കൂട്ടിച്ചേർത്തു. ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരായ എല്ലാ വ്യാപാരികളും സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പ്രയോജനപ്പെടുത്തി ബാധ്യതകളിൽ നിന്ന് മോചിതരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും KVVES ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫണ്ടും അക്കൗണ്ടും പരസ്യമാക്കി ആം ആദ്മി പാർട്ടി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അക്കൗണ്ടും തിരഞ്ഞെടുപ്പ് ഫണ്ടും പരസ്യമാക്കിയത്. തിരഞ്ഞെടുപ്പ് ചെലവിൽ ഭൂരിഭാഗവും നിർവഹിച്ചത് പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും സംഭാവനകൾ കൊണ്ടാണെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബേസിൽ ജോസഫ്, റോയി, റോബിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, അതിപ്പം ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പ്രാധാന്യമുള്ള മുന്നണികളല്ലാതെ ആര് മത്സരിച്ചാലും പൊതുവെ വരുന്ന ഒരു കാര്യമാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്ക് വലിയ ഫണ്ടുകൾ കിട്ടും. വലിയ ഓരോ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് നാട്ടിലൊരു സംസാരമാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അതിന് കൂടുതലും ജയസാധ്യത ഇല്ലാത്ത, വലിയ സാധ്യത ഇല്ലാത്തവരെല്ലാം മത്സരിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പ് പിരിവിന് വേണ്ടിയാണ് എന്നുള്ള സംസാരം പൊതുവെ നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായി ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച് ഇലക്ഷൻ കമ്മീഷൻ അവർ ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫണ്ടുകൾ സ്വീകരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും, ജോയിന്റ് അക്കൗണ്ട് വഴി ആയിരിക്കും എന്നൊക്കെ നിർദ്ദേശിച്ചിരുന്നു. നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ചെലവുകളെ പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ളവരെല്ലാവരും. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ഫണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ വന്ന ഫണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിലല്ലാതെ ടെക്നിക്കൽ എററുകൊണ്ട് 1, 2, 3 പേര് ചെറിയ തുക മാറിയിട്ടിട്ടുള്ളതല്ലാതെ വേറെ ഇതല്ലാതെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പണം അല്ലാതെ വേറെ ഒരു രൂപ ആരിൽ നിന്നും നമ്മൾ കൈപ്പറ്റിയിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാം. ഞാൻ പറഞ്ഞത് പരസ്യമായിട്ട് ഇത്രയും പറയണമെങ്കിൽ അത്രയും കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്ക് തൊടുപുഴ വ്യാപാരികളോടോ വ്യവസായികളോടോ അല്ലെങ്കിൽ ഈ തൊടുപുഴ നിയോജകം മറ്റുള്ള ആളുകളോട് ആരോട് വേണമെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ചോദിക്കാം. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, ഒരു കൂപ്പൺ അടിച്ചോ അല്ലെങ്കിൽ രസീത് കുറ്റിയുമായിട്ട് പിരിക്കാൻ സാധിക്കില്ല. ഒറ്റ അക്കൗണ്ടുള്ളൂ ആം ആദ്മി പാർട്ടി. ഒരു പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് പൈസ പിരിക്കുന്നതിന് ഒറ്റ അക്കൗണ്ടുള്ളൂ, ഡൽഹിയിൽ ഒറ്റ അക്കൗണ്ടുള്ളൂ. ആ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടാണ് നമുക്ക് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ പോലെ ഇലക്ഷന് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ആ അക്കൗണ്ട് വഴി മാത്രം ചെയ്യുള്ളൂ. ഇനി ആ അക്കൗണ്ടിൽ നമുക്ക് പൈസ പിരിക്കാനും കഴിയില്ല. അപ്പൊ അതൊന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് വിളിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടുക്കി നിയോജകമണ്ഡലതല യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി റോയി കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി നിയോജക മണ്ഡലതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഇത്തവണത്തെ ദിനാചരണം. പ്രായഭേദമന്യേ ഏവർക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാനും ഉന്മേഷവും ആത്മവിശ്വാസവും വളർത്തുവാനും യോഗ അത്യന്താപേക്ഷിതമാണെന്ന സന്ദേശമാണ് ഈ ദിനാചരണം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി റെജി അധ്യക്ഷത വഹിച്ച യോഗം റോയി കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമില്ലാത്തൊരു ജനത എത്രമാത്രം സമ്പത്തുണ്ടായിട്ടും എത്രമാത്രം മറ്റ് മുന്നേറ്റമുണ്ടായാലും ഒരു ജനത ആരോഗ്യമില്ലാത്തൊരു ജനതയാണ് ഒരു നാട്ടിലുള്ളത് എങ്കിൽ വലിയ പ്രയാസമില്ല. ഏതൊരു നാടിൻ്റെയും സമ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്,
ഒന്ന് ജനതയുടെ ആരോഗ്യം, രണ്ട് ആ ജനതയുടെ വിദ്യാഭ്യാസം. ഇത് രണ്ടുമില്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വലിയ സമ്പന്നതയുള്ള നാടുകളുണ്ട്, വലിയ വലിയ മറ്റ് ഇതൊക്കെയുണ്ട്. എന്നാൽ പോലും ഈ രണ്ട് മേഖലകളിലെ ആ അറിവും അതിൻ്റെ പരിഗണനയും ഒക്കെ ചെറുതല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കഴിയാവുന്നത്ര ആളുകൾ യോഗയുമായി ബന്ധപ്പെട്ട ഈ പരിശീലന പരിപാടികളുടെ ഭാഗമാക്കാൻ, അതൊരു ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധവൽക്കരണം വളരെ കൃത്യമായിട്ട് നടത്താനും ഒക്കെ നമുക്ക് കഴിയണം. പരിപാടിയുടെ ഭാഗമായി വിവിധ യോഗ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പരിശീലകരുടെ നേതൃത്വത്തിൽ സൂര്യ നമസ്കാരം അവതരിപ്പിച്ചു. കൂടാതെ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ചെയർ യോഗ പരിശീലനവും മാസ് യോഗ സെക്ഷനും നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PA സജി മുഖ്യപ്രഭാഷണം നടത്തി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലിം PR, ജില്ലാ ആയുർവേദ ആശുപത്രി പാറേമാവ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിമോഹൻ CM, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. സർവാംഗാസനം, ഹലാസനം, കർണപീഠാസനം, പവനമുഖ സർവാംഗാസനം, ചക്രാസനം, ഭഗാസനം, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെയും ഫിഫ വേൾഡ് കപ്പിന്റെയും പ്രചരണാർത്ഥം ഇടുക്കി ജില്ലാ പോലീസും ഗ്രാൻഡീസ് ടെക്നോളജിയും സംയുക്തമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെയും ഫിഫ വേൾഡ് കപ്പിന്റെയും പ്രചരണാർത്ഥം ഇടുക്കി ജില്ലാ പോലീസും ഗ്രാൻഡീസ് ടെക്നോളജിയും സംയുക്തമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോൾ ആണ് ഏറ്റവും വലിയ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ പോലീസ് ടീമും ഗ്രാൻഡീസ് ടീമും ഏറ്റുമുട്ടി. തൊടുപുഴ DYSP PM ബൈജു അധ്യക്ഷത വഹിച്ച പരിപാടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും കേരളത്തിന്റെ യുവതയെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പൊതുസമൂഹം ഇന്ന് ആ വിധത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. കേരള പോലീസാണ് അക്കാര്യത്തിൽ മുൻകൈയെടുക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ പ്രോജക്റ്റാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ സാധ്യതകളുടെ നടുവിലും അവർ ജീവിക്കും. ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. കഴിവിന്റെ കാര്യത്തിൽ പുതിയ തലമുറ പഴയ തലമുറയെ അപേക്ഷിച്ച് 10 മടങ്ങ് മുൻപന്തിയിലാണ്. എത്രയോ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയ്ക്ക് ഏറ്റവും വിഘാതമായി നിൽക്കുന്ന ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ വിപത്തുകൾ ഇന്ന് ആ വിധത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്ന് വിമോചനം നേടണമെങ്കിൽ എല്ലാം നിയമം കൊണ്ട് അരക്കിട്ടുറപ്പിച്ച് അല്ലെങ്കിൽ നടപടികൾ കൊണ്ട് അരക്കിട്ടുറപ്പിച്ച് നടപ്പിലാക്കാം എന്ന് ആരും കരുതേണ്ടതായിട്ടില്ല. പ്രത്യേകിച്ചും ഓൺലൈൻ കാലഘട്ടമാണ്. ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമോ അല്ലെങ്കിൽ ഇടപെടലുകളോ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ പോലീസിന് പോലും പല പരിമിതികളുണ്ട്. പോലീസ് ഇവിടെ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സുകൾ പരമാവധി അടച്ചു കളയുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായി പ്രത്യക്ഷത്തിൽ വരുന്ന ഒരാളെ പോലും
നിയമത്തിന്റെ മുൻപിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കാതെ അവരെ എല്ലാവരെയും കയ്യാമം വെച്ച് മുകളിലടക്കുന്ന ഒരു നടപടിയാണ് ഇന്ന് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡിസ് ടെക്നോളജി സ്റ്റുഡന്റ് കെയർ മാനേജർ അഖിൽ പട്ടത്തിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ്, KASC സോഷ്യൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ ML അസീസ് എന്നിവർ ആശംസകൾ നേർന്നു. ഗ്രാൻഡിസ് ടെക്നോളജി HR മാനേജർ മാഹിൻ മുഹമ്മദ് സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ B അനന്തു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDSഉം കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓണക്കനി നിറപ്പൊലിമ ബന്ദിപ്പൂ പച്ചക്കറി കൃഷി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു നിർവഹിച്ചു. ഓണാഘോഷങ്ങൾക്ക് ആവശ്യമായി ബന്ദിപ്പൂവും വിഷരഹിത പച്ചക്കറികളും പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച് കുടുംബങ്ങൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുകയും സ്വയം പര്യാപ്തത കൈവരിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളെയും കർഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വ്യാപകമായി കൃഷി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഓണവിപണിയെ ലക്ഷ്യമാക്കി ബന്ദിപ്പൂവും വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്യുന്നതിനാവശ്യമായ സാങ്കേതിക സഹായവും മാർഗനിർദ്ദേശങ്ങളും കൃഷിഭവൻ മുഖേന ലഭ്യമാക്കുന്നതാണ്. ഓണക്കനി നിറപ്പൊലിമ ബന്ദിപ്പൂ പച്ചക്കറി കൃഷി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു നിർവഹിച്ചു. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്ന് നമുക്കുള്ള പുഷ്പങ്ങൾ ഡെയിലി ബാംഗ്ലൂർ വണ്ടിക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ മുല്ല കൃഷികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ മുല്ലയുണ്ടായിരുന്നു. ആ മുല്ലപ്പൂവൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യാറില്ല. പക്ഷേ ഇതൊരു വിജയമാണ്. കാരണം ഇത് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇത് ആരുടെ മനസ്സിൽ ഉദിച്ചതാണെങ്കിലും അത് വളരെ ഭംഗിയായി നടക്കുമെന്നുള്ളൊരു സംശയം വേണ്ട. കാരണം മുല്ലപ്പൂ ബന്ദി പൂ സാധാരണ കുറവാണ്. നമുക്കറിയാം, ഡെയിലി നമ്മുടെ തൊടുപുഴയുള്ള കടകളിലൊക്കെ പുഷ്പക്കടകളിലൊക്കെ ബന്ദി കൃഷി വരാറില്ല. ബന്ദി അങ്ങനെ കുറവാണ്, മുല്ലപ്പൂവൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ നിങ്ങളുടെ ഉദ്യമനം ഈ ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ സജി ചെമ്പകശ്ശേരി, ലൈല കരീം, സന്ധ്യ ജോജി, വിമൽ ടോമി എന്നിവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി. CDS ചെയർപേഴ്സൺ ആബിദ VM, CDS അംഗം ബോബിനി വിപിൻ, അഗ്രി CRP, CDS അക്കൗണ്ടന്റ്, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുരിക്കാശ്ശേരി പോലീസും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി പ്രിൻസിപ്പൽ SI രഞ്ജിത് നാഥ് ലഹരി വിരുദ്ധ സന്ദേശ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായാണ് മുരിക്കാശ്ശേരി പോലീസും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് മുരിക്കാശ്ശേരി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ലഹരി വിരുദ്ധ സന്ദേശ റാലി പ്രിൻസിപ്പൽ SI രഞ്ജിത് നാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സർക്കാർ നമ്മുടെ ജൂൺ 2 തൊട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. നമ്മുടെ ലഹരിക്കെതിരെയുള്ള ശക്തമായൊരു പോരാട്ടമാണിത്. പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ലഹരി മാഫിയ ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയുക എന്നുള്ളതും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഇതിൽ അടിപ്പെട്ടവരെ അവരെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മുടെ ആൾക്കാരും നാട്ടുകാരും എല്ലാവരും നമുക്കൊരു സപ്പോർട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മുരിക്കാശ്ശേരി പോലീസിനെ എന്ത് വിവരം കിട്ടിയാൽ അറിയിക്കണമെന്നും അറിയിച്ചു. DYSP ഓഫീസ് സബ് ഇൻസ്പെക്ടർ CR സന്തോഷ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ASI ഹാജിറ KE റാലിയിൽ പങ്കെടുത്ത പൊതുജനങ്ങൾക്കും കേഡറ്റുകൾക്കുമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SIമാരായ ജോസഫ് KV, അജിത് CM, പോലീസ് ഉദ്യോഗസ്ഥരായ ജോൺ, ഷിൻഡോ തോമസ്, DIമാരായ മനോജ് വർഗീസ്, ആതിര തോമസ്, SPC ഇൻചാർജുമാരായ ഷിനോയ് കുര്യൻ, അഖില ടോം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് കർഷക ജനസമൂഹത്തെ പൂർണ്ണമായി അവഗണിച്ചതും
സ്വന്തം വാക്കുകൾ വിഴുങ്ങിയതുമാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്ന തുക പോലും വെട്ടിക്കുറച്ചത് മൂലം കൃഷി മേഖലയ്ക്ക് ലഭിക്കുമായിരുന്ന സഹായങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇത് കാർഷികോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും. കൃഷിക്കാരുടെ പെൻഷൻ പദ്ധതിയെപ്പറ്റി മിണ്ടിയിട്ടില്ല. കർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനത്തിന് സഹായമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ പുതിയ സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റ് കേരളത്തിൻ്റെ കാർഷിക സമ്പദ്ഘടനയെ തകർക്കുന്ന ഒരു ബഡ്ജറ്റാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ബഡ്ജറ്റിൽ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളില്ല. കൃഷിക്ക് ഏറ്റവും ആവശ്യമായ രാസവളങ്ങളും കീടനാശിനികളും ആവശ്യാനുസരണം കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ഈ ബഡ്ജറ്റിൽ യാതൊരു നിർദ്ദേശങ്ങളുമില്ല. കൃഷിക്കാരെ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അതോടൊപ്പം ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില താങ്ങുവിലയായി പ്രഖ്യാപിച്ച് നടപ്പാക്കാനോ ബഡ്ജറ്റിലൊന്നും പറയുന്നില്ല. കൃഷിക്കാരുടെ പെൻഷനെ പറ്റി യാതൊരുവിധമായ നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിലില്ല. ഇടുക്കി പാക്കേജിനെ പറ്റി മൗനമാണ് ബഡ്ജറ്റ് പാലിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളില്ല എന്ന് മാത്രമല്ല, വന്യജീവി ശല്യം എന്ന് പറയുന്നത് കേരളത്തിലെമ്പാടും ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ക്രിയാത്മകമായ ശാശ്വത പരിഹാരങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ പറയുന്നില്ല. കട്ടപ്പന തേനി തുരങ്കപാതയ്ക്ക് തുരങ്കം വെച്ചതോടുകൂടി ഒരു വലിയ വികസന സ്വപ്നമാണ് അവസാനിക്കാൻ പോകുന്നത്. ഇങ്ങനെ ആകെ പരിശോധിച്ചാൽ ഈ ബഡ്ജറ്റ് ആകെ ഇടുക്കിക്കാർക്ക് ദ്രോഹകരമായ ഒരു ബഡ്ജറ്റാണ് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആശയ്ക്ക് വഴി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് മാത്രമാണ് എന്നതും ഈ അവസരത്തിൽ പറയുകയാണ്. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ലൂസി ജോർജ് വായനാ ദിനത്തിന്റെ ഭാഗമായി PN പണിക്കർ അനുസ്മരണം നടത്തി. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസറും ഹിന്ദി വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ റെക്സി ടോം രചിച്ച അധിനിവേശത്തിന്റെ മിഴിനീർമുത്തുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ നിർവഹിച്ചു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം നടത്തി. മനുഷ്യന്റെ ബാഹ്യലോകത്തെയും അന്തർലോകത്തെയും ബന്ധിപ്പിക്കുന്ന വായന ഒരേ സമയം വാക്കും താക്കോലുമാണ്. വായനയില്ലാതെ കുട്ടികളുടെ വളർച്ച അസാധ്യമാണെന്ന ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് വായനാ ദിനത്തിന്റെ പ്രാധാന്യമെന്ന് PN പണിക്കർ അനുസ്മരണ പ്രഭാഷണത്തിൽ പ്രിൻസിപ്പൽ ലൂസി ജോർജ് പറഞ്ഞു. PN പണിക്കർ അനുസ്മരണം നടത്തുകയും PN പണിക്കരുടെ ജീവിതയാത്രകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയും ചെയ്തു. A2 ക്ലാസ്സിലെ കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ അസംബ്ലി കണ്ടക്ട് ചെയ്തു. അവർ ഈ സ്കൂളിലെ തന്നെ ഡോക്ടർ റെക്സി ടോമിൻ്റെ പുസ്തകം പരിചയപ്പെടുത്തി. അതുപോലെ സ്കൂൾ അസംബ്ലിയിൽ 15ഓളം ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരങ്ങൾ പറഞ്ഞ കുട്ടികൾക്ക് അസംബ്ലിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അതുകൂടാതെ പോസ്റ്റർ പ്രദർശന മത്സരം ഉണ്ടായിരുന്നു. പോസ്റ്റർ ഉണ്ടാക്കിയ കുട്ടികളിൽ നിന്ന് നല്ല പോസ്റ്റർ തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അതോടൊപ്പം കുട്ടികളുടെ ഭാഗത്തു നിന്നും കൊണ്ടുവരികയും അധ്യാപകരുടെയും സ്കൂൾ ലൈബ്രറിയുടെയും മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നും എടുത്ത പുസ്തകങ്ങൾ വെച്ച് ഒരു പുസ്തക പ്രദർശനം നടത്തുകയും കുട്ടികൾ ഈ പുസ്തകങ്ങൾ കാണുകയും കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തു. ഇന്നത്തെ വായനാദിന പ്രവർത്തനങ്ങൾ കുട്ടികൾക്കൊരു പ്രചോദനമായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു. വായനയുടെ ലോകത്തിലേക്ക് കുട്ടികൾക്ക് ചുവടുവെക്കാനുള്ള ഒരു ചെറിയ ചുവടുവെപ്പായിട്ട് ഇതിനെ ഞങ്ങൾ കാണുന്നു. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസറും ഹിന്ദി വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ റെക്സി ടോം രചിച്ച അധിനിവേശത്തിന്റെ മിഴിനീർമുത്തുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ നിർവഹിച്ചു. അസംബ്ലിയും വായനാദിന പ്രതിജ്ഞയും പുസ്തക പരിചയവും ക്വിസ് മത്സരവും പുസ്തക പ്രദർശനവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വായനാദിന ക്വിസ് മത്സര വിജയികൾക്കും പോസ്റ്റർ മത്സര വിജയികൾക്കും സമ്മാനദാനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ നിർവഹിച്ചു. NSS കോർഡിനേറ്റർ ഡോക്ടർ റെക്സി ടോം, മീര ഭാസ്കർ, സ്കൗട്ട് ഗൈഡ് ക്ലബ് അംഗങ്ങൾ എന്നിവർ വായനാദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. PN പണിക്കർ ഫൗണ്ടേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുട്ടിക്കഥകളും കുഞ്ഞുങ്ങളും എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ റെജി തോമസ്, സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ സിബി കെ ജോണിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു.
സ്കൂളിലെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുട്ടിക്കഥകളും കുഞ്ഞുങ്ങളും എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ റെജി തോമസ്, സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിബി കെ ജോണിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. മലയാളം അധ്യാപിക OS നീനു, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ KJ ജെയ്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചത്. വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡോക്ടർ റെജി തോമസ്, പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ, കുട്ടികൾ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കവിതാ ആലാപനവും ഉണ്ടായിരുന്നു. വായനാ ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾ തങ്ങളുടെ ഭാവനാ സൃഷ്ടികൾ കൊണ്ട് സ്കൂളിലെ റീഡിംഗ് കോർണർ മനോഹരമാക്കി. വായനാ ദിനത്തോടനുബന്ധിച്ച് ഡീപോൾ കിൻഡർ ഗാർഡനിലെ കുട്ടികൾ അവതരിപ്പിച്ച സ്കിറ്റും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പരിപാടികൾക്ക് കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സ്, ലാംഗ്വേജ് ക്ലബ് മെമ്പേഴ്സ് എന്നിവർ നേതൃത്വം നൽകി. The little kids of our class 7, they are going to publish a book, and let us invite Dr. Reggie Thomas with a warm clapping. All of you please clap and invite Dr. Reggie Thomas to the stage. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ഓരോ ബാബു അബ്രഹാമായിട്ട് മാറേണ്ടവരാണ്. നിങ്ങളൊക്കെ വായനയിൽ കൂടെ മാത്രമേ ഉള്ളൊരു മനുഷ്യൻ സമ്പൂർണ്ണരാവുകയുള്ളൂ. Students can make the contributions, create your own fantasies and thoughts and all, and bring into a simple form of book. ഒരുപാടു നാളായി കരയുന്ന വർണ്ണൻ, കരളിൽ വർണ്ണങ്ങൾ അരുതാത്തവൻ, ജനികൊണ്ട വർണ്ണമീതറിയാത്തവൻ, ഞാനാണു കർണൻ. സൂര്യൻ എല്ലാവർക്കും അച്ഛനാണ്, അവിടുന്നൊരാര്യൻ, വ്യത വന്നു കരയുന്നു ചാരി, വൃത്തിയുടെ ഗദ്ഗതം കേൾക്കുന്നു നീളേ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബിസിൻ മാത്യുവിനായി കൈകോർത്ത ജന്മനാട്. കിഡ്നി രോഗത്താൽ ഗുരുതരാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വണ്ണപ്പുറം കാളിയാർ സ്വദേശി ബിസിൻ മാത്യുവിനായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയും യുവദർശന കാളിയാറും സംയുക്തമായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും സൊസൈറ്റി ക്ലബ്ബ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ ഫണ്ട് സമാഹരണം നടത്തി. ബിസിൻ മാത്യുവിനായി കൈകോർത്ത് ജന്മനാട്. കിഡ്നി രോഗത്താൽ ഗുരുതരാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വണ്ണപ്പുറം കാളിയാർ സ്വദേശി ബിസിൻ മാത്യുവിനായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയും യുവദർശന കാളിയാറും സംയുക്തമായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും സൊസൈറ്റി ക്ലബ്ബ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ ഫണ്ട് സമാഹരണം നടത്തി. കാളിയാർ സ്വദേശിയായ ബിസിൻ മാത്യുവിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കാളിയാർ യുവദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയും കാളിയാർ ആകാശം ക്ലബ്ബും മറ്റു ഇതര ക്ലബ്ബ് ഭാരവാഹികളും കൂടാതെ ചികിത്സാ സഹായാർത്ഥം യുവദർശന ക്ലബിന്റെയും നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച 4 മണിക്ക് വണ്ണപ്പുറത്ത് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 കിഡ്നികളും തകരാറിലായ ബിസിനിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിന് 30 ലക്ഷം രൂപ ചിലവുണ്ട്. ബിസിനിന് കിഡ്നി നൽകാൻ മാതാവ് സന്നദ്ധയാണ്. എന്നാൽ ഭാരിച്ച ചികിത്സാ ചെലവിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. കുടുംബത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം, മെമ്പർമാരായ അനീഷ് കിഴക്കൽ, ഉല്ലാസ് ജോസഫ്, ബീന സിദ്ധാർത്ഥൻ, രജനി ഷിബു, സുബൈദ സുബൈർ, സജി പോൾ റോയൽ, ഷൗക്കത്ത് വെളിയത്തുകൂടി, ബിജു അറക്കൽ, ജിതിൻ എന്നിവർ സഹായം അഭ്യർത്ഥിച്ചു. ബിസിൻ മാത്യുവിന്റെ ചികിത്സാർത്ഥം നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു പബ്ലിക്കായിട്ട് ഒരു ബക്കറ്റ് കളക്ഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിസിൻ മാത്യുവിൻ്റെ ചികിത്സയ്ക്ക് ഇതുകൊണ്ടൊന്നും തികയില്ല. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ
എല്ലാവരും കൂടെ സഹകരിച്ചാൽ മാത്രമേ 10-30 ലക്ഷം രൂപയോളം വേണം. സഹകരിച്ചാൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ കാളിയാറ്റിലെ ഒരു ചെറുപ്പക്കാരനായ പയ്യൻ അവന് നാട്ടുകാരുടെ ഒരു സഹായം തേടുകയാണ്. അദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയായിട്ട് അവൻ്റെ അമ്മ, ആ പയ്യൻ്റെ അമ്മ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഓപ്പറേഷന് വേണ്ടി വളരെയധികം പണം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും അടക്കം നാട്ടിലെ എല്ലാവരും ഒന്നിച്ച് നടക്കുന്ന ഈ ഫണ്ട് ശേഖരണത്തിൽ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. യുവദർശന കാളിയാറും അതുപോലെ നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും സാമൂഹ്യ ക്ഷേമ പ്രവർത്തകർ ഉൾപ്പെടെ സംയുക്തമായി നമ്മുടെ പ്രിയപ്പെട്ട കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഇരുവൃക്കകളും തകരാറിലായി കഴിയുന്ന ബിസിൽ മാത്യുവിനെ സഹായിക്കാൻ ഒരുമയോടെ ഒറ്റക്കെട്ടായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി ഇന്ന് നടക്കുന്ന ചെറിയ പിരിവും അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന പെനാൽറ്റി ഷൂട്ടൗട്ടും ഈ ബിസിൽ മാത്യുവിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ബിസിൽ മാത്യു എന്ന് പറയുന്ന നമ്മുടെ ഒരു കൊച്ചന് 27 വയസ്സുള്ളൂ. അദ്ദേഹം 2 കിഡ്നിയും തകരാറിലായി കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് കിഡ്നി ഡോണറായി വന്നിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷം രൂപയോളം ഈ കിഡ്നി മാറ്റിവെക്കുന്നതിന് ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ ബക്കറ്റുമായി വരികയാണ്. ഈ കൊച്ചനിന് വേണ്ടി നിങ്ങൾ ഞങ്ങളോടൊപ്പം കൈകോർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ യുവദർശന കാളിയാറിലുള്ള യുവദർശനയുടെയും അതുപോലെ തന്നെ നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും പ്രിയപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയുടെയും എല്ലാം ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തെ, ഈ ബിസിനെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോട്ടയം ജില്ലാ കൗൺസിൽ വാർഷികം ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ചു. സംഘടനയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് SM ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോട്ടയം ജില്ലാ കൗൺസിൽ വാർഷികം ചങ്ങനാശ്ശേരി ഹോട്ടൽ അർക്കാലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. സംഘടനയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാക്കി പൈസ മുഴുവൻ ബാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരു പണിയെടുക്കാണ്ട് അധ്വാനിക്കാത്ത നമ്മുടെ മക്കളെടുത്താൽ കുട്ടിയെടുത്താൽ മുഴുവൻ നശിപ്പിക്കും. ഇതെല്ലാം കാണുന്ന നമ്മൾ നോക്കൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മൾ പുറത്തുള്ള പല ആൾക്കാരും ശ്രദ്ധിച്ചു നോക്കിയാൽ പണം ഉണ്ടാക്കി വെച്ച ആൾക്കാര് സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നുപോയ ആൾക്കാർ ഇല്ലേ? ഒത്തിരി പേര് കാണും സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നുപോയവര്. നമ്മൾ 60 കാണും. വളരെ ചുരുക്കം ഈ കൊച്ചിനെ വരെ പഠിക്കാൻ ഇരിക്കുന്ന കുട്ടികളെ സമ്മാനം മേടിക്കാൻ വന്ന കുട്ടികൾ ഒഴിച്ചാണ്. നമുക്കൊക്കെ ഇനി എന്താണെന്നറിയോ, നമ്മൾ പണം ഉണ്ടാക്കി സമ്പാദിച്ച് ബാങ്കിലിടാനല്ല, നമ്മളത് എൻജോയ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്നാ പറഞ്ഞെന്നറിയോ, അവസാനം നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് ഒരു എഴുതിയിറങ്ങാനും പറ്റാതെ നമുക്കൊരു മരുന്ന്. കോട്ടയം ജില്ലാ പ്രസിഡന്റ് SM ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംഘടന കോട്ടയം ഡിവിഷൻ പ്രസിഡന്റ് ജോസഫ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ചാരിറ്റബിൾ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി NO ജോർജ്, കോട്ടയം ഡിവിഷൻ വൈസ് പ്രസിഡന്റ് KC വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. സംഘടന കോട്ടയം ജില്ലാ സെക്രട്ടറി ജോമൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചങ്ങനാശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് മാത്യു വർഗീസ് സ്വാഗതവും കോട്ടയം ജില്ലാ ട്രഷറർ പ്രേമാനന്ദ റാവു നന്ദിയും പറഞ്ഞു. തുടർന്ന് ദേശീയ ഗാനത്തോടെ വാർഷിക സമ്മേളനം സമാപിച്ചു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോട്ടയം ജില്ലാ കൗൺസിലിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ടോം സെബാസ്റ്റ്യൻ, സെക്രട്ടറിയായി കൊച്ചുറാണി ജോസഫ്, ട്രഷററായി പ്രേമാനന്ദ റാവു, വൈസ് പ്രസിഡന്റായി PR പ്രദീപ്, ജോയിന്റ് സെക്രട്ടറിയായി സാബു മാത്യു തുടങ്ങിയവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന സത്യൻ കോനാട്ടിനെ അനുമോദിച്ചു. ചടങ്ങിൽ അക്ഷര പെരുവഴിയിലെ ഏകാന്ത പതികൻ എന്ന പുസ്തകം ADM മിനി K ജോൺ പ്രകാശനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിള ബിജു അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് അക്ഷര വെളിച്ചം പകരുകയും വായനാ ലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സത്യൻ കോനാട്ടിനെ വായനാ ദിനത്തിൽ ആദരിച്ചു. ചെറുതോണിയിൽ നടന്ന ചടങ്ങിൽ സത്യനെക്കുറിച്ച് 110 പേർ എഴുതിയ അക്ഷര പെരുവഴിയിലെ ഏകാന്ത പതികൻ എന്ന പുസ്തകം ഇടുക്കി ADM മിനി K ജോൺ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ധനപാലൻ മങ്കുവയ്ക്ക് കൈമാറി പ്രകാശനം ചെയ്തു.
നമ്മുടെ കണ്ണും കഴുത്തും തലയും എല്ലാം കേടാക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഉപയോഗം, അല്ലെങ്കിൽ നമ്മൾ ഇ ബുക്സ് വായിക്കുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ഒരു സംതൃപ്തി നൽകുക ഇപ്പോഴും നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളൊരു ബുക്ക് വായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഉപദേശിക്കുമെങ്കിലും നമ്മൾ മുതിർന്നവർ എത്രമാത്രം ഈ വായനാശീലം തുടർന്നുകൊണ്ട് പോകുന്നു, അതിനെ നമ്മൾ തിരിച്ചു പിടിക്കുന്നു എന്ന് ഈ അവസരം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ സ്കൂളിൽ പറയാം, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾക്കിപ്പം യൂട്യൂബിലൊക്കെ നമ്മൾ അടിച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ബുക്സ് നമ്മൾ തിരയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ റീസെൻ്റായിട്ട് 2 ബുക്കുകളാണ് വായിച്ചത്. അതിലൊന്ന് നമ്മുടെ സന്തോഷ് കുമാർ ഇക്കയുടെ തപോമയുടെ അച്ഛൻ, വളരെ നല്ല നമ്മുടെ ഒരു ബംഗാളി പശ്ചാത്തലത്തിലുള്ള റെഫ്യൂജീസിൻ്റെ അഭയാർത്ഥികൾ നമുക്ക് മനസ്സിൽ തട്ടുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പഴയ ആ കാലങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള അഭയാർത്ഥി പ്രവാഹങ്ങളുടെയും അതിനുശേഷമുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നേരിടേണ്ടുന്ന പ്രതിസന്ധികളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എന്നാൽ പുതിയ പശ്ചാത്തലത്തിലുള്ള കഥകളാണ്. സ്വരം മാസിക എഡിറ്റർ PL നിസാമുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിള ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുപ്രവർത്തകരായ ജോസ് കുഴികണ്ടം, സാജൻ കുന്നേൽ, NJ വർഗീസ്, ഡിറ്റാച്ച് ഇടുക്കി, സജി M കൃഷ്ണൻ, ബെന്നി സെബാസ്റ്റ്യൻ, ബിജു മാത്യു വേമ്പേനി, KD മണിയൻ, സെബാസ്റ്റ്യൻ തേനാശ്ശേരി, വർഗീസ് വെട്ടിയാങ്കൽ, KM ജലാലുദ്ദീൻ, ജോർജ് ജോസഫ്, ലിജോ ശശിധരൻ, സതീഷ് CV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ബഡ്ജറ്റ് വ്യാപാരികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ആശ്വാസത്തിന്റെ വെളിച്ചം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈപ്പിള്ളി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫണ്ടും അക്കൗണ്ടും ആം ആദ്മി പാർട്ടി പരസ്യമാക്കി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അക്കൗണ്ടും തിരഞ്ഞെടുപ്പ് ഫണ്ടും പരസ്യമാക്കിയത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടുക്കി നിയോജകമണ്ഡലതല യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുരിക്കാശ്ശേരി പോലീസും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് കർഷക ജനസമൂഹത്തെ പൂർണ്ണമായും അവഗണിച്ചതും സ്വന്തം വാക്കുകൾ വിഴുങ്ങിയതുമാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.